അങ്ങോട്ട് തുറക്കടാ. സാറേ സാർ എന്താടോ കേസ്? സാറേ ഇവനാള് സഹിക്കുവാ. സ്വന്തം ഭാര്യയോട് ജീവിതം എടുത്തു ആത്മഹത്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വെള്ളത്തിൽ എടുത്ത് ചാടിയിട്ട് ഇവൻ നീന്തിക്കറി അവള് ചത്തു. സാറെ ഭാര്യക്ക് നീന്താറില്ലാന്ന് സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്തിനാടാ നീ ആത്മഹത്യ ശ്രമിച്ചേ? ജീവിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ട്. അല്ല നീ ഇതിനെ സ്വന്തം ഭാര്യനെ വിളിച്ചിട്ട് ചാടാൻ വേണ്ടി പോയെ? അല്ലാണ്ട് പിന്നെ എനിക്ക് സാറിന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റുമോ? നീ എന്തിനാ ഭാര്യക്ക് നീന്താ പഠിപ്പിച്ച് കൊടുക്കാതിരുന്നത്? സാർ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഭാര്യക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണെങ്കിലും ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് ചെയ്താൽ മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നീന്താൻ പഠിപ്പിക്കാണ്ടിരുന്നതും ഞാൻ നീന്താൻ പഠിച്ചതും. അതുപോലെ തന്നെയാണ് രണ്ടുപേരും ഒരാളെ ജോലിക്ക് പോകാറുള്ളൂ. അപ്പൊ നീയാണ് ജോലിക്ക് പോകുന്നത്? അല്ല ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും. അവള് പോകുന്നുണ്ട് പണിക്ക്. ഉണ്ടോടാ സ്വന്തം ഭാര്യനെ പണിക്ക് വെച്ചിട്ട് ആ ചെലവിൽ ജീവിക്കാൻ? എന്നാ പിന്നെ ഞാൻ നാളെ മുതൽ സാറിന്റെ ഭാര്യനെ പണിക്കൂടി ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാൻ. അയ്യോ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണ്ട. എന്റെ പുതിയ കാമുകയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോട്ടെ. പോകട്ടോ പിച്ച